എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പാനിക് അറ്റാക്കാണ്. തനിച്ചിരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ പരിഭ്രാന്തരാകുക, അമിതമായി വിയർക്കുക, ഹൃദയമിടിപ്പ് കൂടുക, അമിതമായി ഭയം, ശ്വാസം മുട്ടൽ, പെട്ടെന്ന് മരിച്ചു പോകുമെന്നൊരു തോന്നൽ, ഇങ്ങനെയുള്ള അവസ്ഥ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. പാനിക് അറ്റാക്ക് എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഇത് സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് ചുറ്റുപാടുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠയും പരിഭ്രമവുമാണ് പാനിക് അറ്റാക്ക്. ഏതാനും മണിക്കൂറുകളോ ചിലപ്പോൾ മിനിറ്റുകളോ മാത്രമേ ഈ അവസ്ഥ നിലനിൽക്കുക. പാനിക് അറ്റാക്കിൻ്റെ മൂർധന്യത്തിൽ രോഗികൾ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുക, ഉടൻ മരിക്കുമെന്ന തോന്നൽ, ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ, നിയന്ത്രണം നഷ്ടപ്പെടുന്ന തോന്നൽ, ശക്തമായി വിയർക്കൽ, കൈകാൽ വിറയ്ക്കുക, വായ വരളുക, ശ്വാസം മുട്ടൽ, നെഞ്ചുമുറുക, തലകറക്കം എന്നിവ അനുഭവപ്പെടാം. ഇവർ പൊതുവെ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വിട്ടുനിൽക്കും. പാനിക് അറ്റാക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പാനിക് അറ്റാക്ക് ഉത്കണ്ഠ രോഗമാണെങ്കിലും അമിതമായ ഉത്കണ്ഠയുള്ള എല്ലാവർക്കും ഈ തരത്തിൽ അറ്റാക്ക് വരണമെന്നില്ല. ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ ഏറെ സങ്കീർണമായി കണക്കാക്കുന്നവർക്കും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറെ ദുർബലമായി കൈകാര്യം ചെയ്യുന്നവർക്കും ഉത്കണ്ഠ വർദ്ധിക്കാനും ഇത് പാനിക് അറ്റാക്കിലേക്ക് എത്താനും സാധ്യത കൂടുതലാണ്. ഒരാളിൽ ആദ്യമായി അറ്റാക്ക് ഉണ്ടാകുന്നത് മാനസിക ശാരീരിക പ്രശ്നങ്ങളുടെയോ ചിന്തകളുടെയോ ഫലമായിട്ടാവാം. ആദ്യം ഉണ്ടായത് പിന്നീട് ആവർത്തിക്കുമോ എന്ന ആശങ്കയും ഭയവും പിന്നീടുള്ള പാനിക് അറ്റാക്കിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉത്കണ്ഠയാണ് പ്രധാന കാരണമെങ്കിലും അകാരണമായ പാനിക് അറ്റാക്ക് വരാം. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാക്കുന്ന മാനസികാഘാതം, ടെൻഷൻ, അടുത്ത ബന്ധമുള്ളവരായി ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവ പാനിക് അറ്റാക്കിലേക്ക് നമ്മളെ നയിക്കാം. പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകാതെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, അമിതമായി വിയർക്കുക, പെട്ടെന്നുണ്ടാകുന്ന ഭയം, വെപ്രാളം, ശരീരത്തിന് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുക, കുഴഞ്ഞു പോകുന്ന പോലെ തോന്നുക, നെഞ്ചുവേദനയോ നെഞ്ചിലെ അവസ്ഥയോ തോന്നുക, അസ്വസ്ഥതയോ തോന്നുക, കൈകാലുകളിലും ശരീരത്തിലും മരവിപ്പ് അനുഭവപ്പെടുക, ശ്വാസമുട്ടൽ അനുഭവപ്പെടുക, തലകറക്കം അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം പോലെ തോന്നുക, ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക. പാനിക് അറ്റാക്ക് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെപ്രാളം കുറച്ച് മനസ്സെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുക. ദീർഘനിശ്വാസം എടുക്കുക. പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ശ്വാസോച്ഛ്വാസ ഗതിയിൽ വ്യത്യാസം വരും. വളരെ പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടും ഉത്കണ്ഠ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തി ഉണ്ടായത് ഹൃദയാഘാതമല്ലെന്ന് ഉറപ്പുവരുത്തുക. പാനിക് അറ്റാക്ക് വരാതെ നമ്മൾ അമിതമായ ഉത്കണ്ഠയാണ് പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്നതെങ്കിലും പാനിക് അറ്റാക്കിനെ തിരിച്ചറിയാൻ സാധിച്ചാൽ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. എന്താണ് നിങ്ങളുടെ ഉത്കണ്ഠയുടെ കാരണമെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. എന്തോ നടക്കാൻ പോവുകയാണെന്നുള്ള അമിതമായ ചിന്ത ഉത്കണ്ഠ വർദ്ധിപ്പിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലിക്കുക. ശ്വസന പ്രക്രിയ ശീലിക്കുക. ദീർഘനിശ്വാസം എടുത്ത് റിലാക്സ് ചെയ്യാൻ പരിശീലിക്കുക. കണ്ണുകൾ അടച്ച് ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമായി നിർത്താൻ പരിശീലിക്കുക. സാഹസികതകൾ, യാത്രകൾ, വലിയ ശബ്ദങ്ങൾ, ജനക്കൂട്ടം, ആകാശയാത്രകൾ പോലുള്ള സാഹചര്യങ്ങളിൽ അമിത ഉത്കണ്ഠയുള്ളവർ, ചികിത്സയിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക. മനസ്സിനെ ശാന്തമാക്കി വെക്കുക. യോഗ, ധ്യാനം തുടങ്ങിയ പരിശീലിക്കുക. പാനിക് അറ്റാക്കിന് ചികിത്സാ രീതികൾ കൃത്യമായി മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം റിലാക്സേഷൻ ടെക്നിക്കും സൈക്കോതെറാപ്പി തുടങ്ങിയ ചികിത്സാ രീതികളും ചെയ്താൽ പാനിക് അറ്റാക്ക് പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.